ഹലോ, എല്ലാവർക്കും ഗാർഡൻ ഖസാനയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹൗസ് പ്ലാന്റ് മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചെടിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, സാമിയോക്ലിക്കസ് സാമിഫോലിയ, അതായത് നമ്മുടെ CC പ്ലാന്റ്. വളരെ ഫെമിലിയർ അല്ലേ? ഇപ്പം നമ്മളുടെ ഓഫീസ് സ്പേസസിലും വീടുകളിലും ഒക്കെ ഒത്തിരി കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചെടിയാണ് CC പ്ലാന്റ്. അപ്പം അതിൻ്റെ ഒരു കെയറും പ്രൊപ്പഗേഷനും ഒക്കെ കുറിച്ചിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാനാണെങ്കിൽ ഒരു 4 തരം CC പ്ലാന്റ് കണ്ടിട്ടുണ്ട്. 2 എൻ്റെ കയ്യിലുണ്ട്. ഇത് വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഗ്രീൻ CC. ഓക്കെ, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് CC അല്ലെ റേവൻ CC എന്ന് ഇവിടെ പറയും. റേവൻ CC ആണ്. ന്യൂ ഷൂട്ട്സ് വരുമ്പം അതിന് കണ്ടോ ചെറിയ നമ്മൾക്ക് ഒരു ഗ്രീനിഷ് കളർ കണ്ടാലും മച്യൂർ ആകുമ്പോഴത്തേക്കിന് അത് നല്ല ബ്ലാക്ക് കളറാണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഈ ഷൈനി ലീവ്സും ഈ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ കൊണ്ട് തന്നെ ഈ ചെടി നമ്മളുടെ വീടുകളിലും ഓഫീസ് സ്പേസസിലും ഒക്കെ ഒത്തിരി പോപ്പുലറായത്. തന്നെയല്ല, വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മെയിൻ്റനൻസ് ആണ്. നമുക്ക് വെള്ളം ഒഴിക്കാൻ മറന്നു പോയാലും നമ്മളൊന്ന് കെയർ ചെയ്തില്ലെങ്കിലും ഒക്കെ ഈ ചെടി സർവൈവ് ചെയ്തോളും. അത് തന്നെയാണ് ഈ ചെടിയുടെ വേറൊരു പ്രത്യേകത. ഇപ്പൊ നമ്മളൊരു ന്യൂ ഗാർഡനറാണ്, നമുക്കൊരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചിട്ട് അറിയണം, വളർത്തണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചെടി CC പ്ലാന്റ് ആയിരിക്കും. വലിയ കെയർ ഒന്നും വേണ്ട, ഈസി ആയിട്ട് വളർന്നോളും. ഓക്കെ, വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ 2 എണ്ണം പറഞ്ഞു. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. ഒന്ന് ഒരു മിനിയേച്ചർ വെർഷൻ ഓഫ് CC. അപ്പൊ അതൊരു ഡ്വാർഫാണ്, പക്ഷെ ലീഫ് അറേഞ്ച്മെന്റ് ഒരു ശകലം കൂടി ഡിഫറെന്റാണ്. മേളോട്ടായിട്ടാണ് അതിന്റെ ലീഫ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. അതും വീടുകളിലും ഓഫീസ് സ്പേസസിലും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ കണ്ടത് നമ്മളുടെ വെരിഗേറ്റഡ് CC പ്ലാന്റ്. വെരിഗേറ്റഡ് CC പ്ലാന്റ് ഉണ്ടല്ലോ, ഈ ലീവ്സിൽ ഗ്രീനും വൈറ്റും കൂടെ ഷെയ്ഡാ. ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഇവിടുത്തെ നഴ്സറീസിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ്. വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ ഒന്ന് നോക്കേണ്ടത്, മേക്ക് ഷുവർ ചെയ്യണം ഈ ലീവ്സ് ഉണ്ടല്ലോ നല്ല ഷൈനി ആയിട്ടുള്ള ക്യൂട്ടിക്കൽ ആണോ നോക്കണം. നല്ല ഷൈനി ആയിട്ടുള്ള ലീവ്സ് ആണോ, അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചെടിക്ക് എന്തോ കുഴപ്പമുണ്ട്. രണ്ടാമത്തത് എപ്പോഴും നോക്കേണ്ടത് ന്യൂ ഷൂട്ട്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ന്യൂ ഷൂട്ട്സ് ഇപ്പോൾ വരിക, ഇതിവിടെ നോക്കിയാലും ഇതിലാണെങ്കിലും ന്യൂ ഷൂട്ട്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ന്യൂ ഷൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ഉണ്ട് ചെടിക്ക്. അതാണ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നത്തെ ഒരു നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ലൈറ്റ് നമ്മളെപ്പോഴും പറയും ലോ ലൈറ്റ് ആണ് വേണ്ടത്. ശരിയാ, ലോ ലൈറ്റ് ആണ് വേണ്ടത്. കുഴപ്പമില്ല, നമ്മൾ ഡാർക്കായിട്ടുള്ള സ്പേസസിൽ വെച്ച് കഴിഞ്ഞാലും എന്ത് പറ്റും. നമ്മൾ ഒത്തിരി ഡാർക്കായിട്ടുള്ള സ്പേസസിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ദ പീരീഡ് ചെടി സർവൈവ് ചെയ്യില്ല. ലൈറ്റ് ഉണ്ട് എങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. പൊതുവേ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഈ ചെടി നമ്മൾ ഡാർക്ക് സ്പേസസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തും കുറെ കൂടെ സ്ലോ ആയിപ്പോകും. അത് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഷൂട്ട്സ് ഇത്ര പൊക്കേ ഉണ്ടായിരുന്നുള്ളൂ, നോക്കിക്കേ. പക്ഷെ എനിക്ക് വന്ന് ന്യൂ ഷൂട്ട്സ് ആണ് ഞാൻ വെച്ചേക്കുന്ന. എൻ്റെ ചെടിയുടെ പ്ലേസ്മെൻറ്റ് ഇപ്പോഴത്തെ ചെടിക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ ന്യൂ ഷൂട്ട്സ് വന്നേക്കുന്നത്. നോക്കിക്കേ, ആദ്യം വന്നതിനേക്കാട്ടിലും ഒത്തിരി വലുതല്ലേ. അപ്പം ലൈറ്റ് കുറേ ലോ ലൈറ്റാണ്, പക്ഷെ അത് ചെടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം ലൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വെള്ളം ഞാൻ പറയും ഇൻ ബിറ്റ്വീനിൽ ഒരു ഡ്രൈ പീരീഡ് ഉണ്ടായിരിക്കണം. നന്നായിട്ട് സോയിൽ ഡ്രൈ ആയതിനു ശേഷം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. ഞാൻ നോക്കും വെള്ളം ഉണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പം നമ്മൾ ലൈറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു, നമ്മൾ വെള്ളത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനിയുള്ളത് നമ്മളുടെ ഫെർട്ടിലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോയിങ് സീസൺ. ഞാനിവിടെ മാർച്ച് തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്ത് ഒരു വെൽ ബാലൻസ്ഡ് ഇൻഡോർ
ഫെർട്ടിലൈസർ ഒരു 2 to 3 ടൈംസ് കൊടുക്കുന്നത് കൊണ്ട് ചെടിക്ക് കുഴപ്പമില്ല. ഒത്തിരി കൊടുക്കേണ്ട ആവശ്യവുമില്ല. വളരെ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ സ്ലോ ഗ്രോത്ത് ആണെന്ന്. അപ്പം ഇടയ്ക്കൊരു നമ്മുടെ ഇൻഡോർ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനിയും നമ്മൾ പറയുകയാണെങ്കിൽ പെസ്റ്റ് ഇതുവരെയും എൻ്റെ ഈ 2 ചെടിക്കും യാതൊരുവിധ പെസ്റ്റും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മിലി ബഗ്സ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സോ കെയർഫുള്ളായിട്ട് നോക്കണം. ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ പറയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ചെടികളുടെ ഈ ഇലകൾ നല്ല ഡാംപ് ക്ലോത്ത് ടിഷ്യൂ ഞാൻ ഉപയോഗിക്കുന്നത്, നനഞ്ഞൊരു ചെറിയ ടിഷ്യൂ ഇട്ടിട്ട് ഞാൻ ഇതെല്ലാം തുടയ്ക്കാറുണ്ട്. അപ്പോൾ തുടയ്ക്കുമ്പോൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും മിലി ബഗ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ അതിലേക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ പോട്ടിംഗ് മിക്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള മണ്ണായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പെർലൈറ്റോ സാൻഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഡ്രെയിൻ ആകുന്ന ഒരു മണ്ണ് ഇതിനാവശ്യമാണ്. റീപോർട്ടിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും അതിന് റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം നോക്കേണ്ടത്, ചെടി ഉണ്ടല്ലോ എപ്പോഴും അതിൻ്റെ റൂട്ട് സിസ്റ്റം കണ്ടെയ്ൻഡ് ആയിട്ടിരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ വലിയ ചട്ടിയിലേക്ക് വെക്കരുത്, നമ്മുടെ ഈ പ്ലാന്റിനെക്കാട്ടും ഒരു സൈസ് ബിഗ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു കാര്യം, എപ്പോഴാണ് ഞാൻ ഈ ചെടി റീപോർട്ട് ചെയ്യണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും. അതിന് പറയുകയാണെങ്കിൽ ഇതിന്റെ റൂട്ട് സിസ്റ്റത്തിലുണ്ടല്ലോ റൈസോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈസോംസ് പറഞ്ഞ പൊട്ടറ്റോ പോലത്തെ ഷേപ്പാണ്. ഈ പൊട്ടറ്റോ പോലത്തെ ഷേപ്പിലുള്ള ഈ റൈസോംസിലാണ് ഇതിന്റെ വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് ചെടിക്ക് അധികം വെള്ളം ആവശ്യമില്ല എന്ന് പറയുന്നതിന് മെയിൻ റീസൺ അതാണ്. അപ്പൊ ഈ റൈസോംസ് വലുതാകുമ്പോൾ നമ്മുടെ സാധാരണ ചെടികൾ നമ്മൾ വെക്കുമ്പോൾ എന്താ പറയുക, റൗണ്ട് ഷേപ്പിൽ തന്നെയല്ല ഇരിക്കുന്നത്. പക്ഷെ ഈ റൈസോംസ് ബിഗ് ആകുമ്പോൾ ഇതിന്റെ ഷേപ്പിൽ മാറ്റം വരും. അത് തന്നെ ഒരു മെയിൻ ഇൻഡിക്കേഷൻ ആണ് ചെടിക്ക് ഒന്നുകൂടെ നമ്മൾ റീപോർട്ട് ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഒരു ശകലം ഒന്നായിട്ടുണ്ട്, ഒരു ശകലം ഓവൽ ഷേപ്പിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുള്ളൂ. അപ്പം അതാണ് ഒരു മെയിൻ ഇൻഡിക്കേഷൻ. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, ഇതിപ്പോൾ ഓവൽ ഷേപ്പ് പോലെ ആയിട്ടുണ്ട് ഒരു ശകലം. അപ്പം ഈ റൈസോംസ് ഇതിനകത്ത് റൂട്ട് സിസ്റ്റം വലുതാണ്, ഇതിന് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈസ് ബിഗ് 1 or 2 ലൈക്ക് 1 inch or 2 inch ബിഗർ ദാൻ ദ കറണ്ട് സൈസ് അതിലുള്ള പോട്ടെ ഉപയോഗിക്കാവും. അല്ലെങ്കിൽ വെള്ളം കൂടുതലാവും, ചെടി നശിച്ചു പോകും, റൂട്ട് റോട്ടൊക്കെ ഉണ്ടാവും. കോമൺ പ്രോബ്ലംസ് ഞാൻ മില്ലി ബഗ്സിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാൻ മറന്നുപോയത്, നമ്മളുടെ ഓവർ വാട്ടറിങ് അല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്. അണ്ടർ വാട്ടറിങ്ങിൽ വലിയ പ്രശ്നം വരത്തില്ല, റൈസോംസ് നന്നായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓവർ വാട്ടറിങ് ഒരു പ്രശ്നമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലവേഴ്സ് ആക്ച്വലി നമ്മൾ ഇതിന്റെ ഈ ലീവ്സും ഈ പറഞ്ഞ മനസ്സിലായി ആ ഒരു അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ് കണ്ടിട്ടാണ് നമ്മളിത് വളർത്തുന്നത്. പൊതുവെ എല്ലാവരും ഫ്ലവേഴ്സിനെ എല്ലാം നോക്കാറ്. പക്ഷെ ഫ്ലവേഴ്സ് ഉണ്ടാകും, ചെടിയുടെ തണ്ടിൽ നിന്നല്ല വരുന്നത്, ന്യൂ ഷൂട്ടായിട്ടായിരിക്കും വരികയാണെങ്കിൽ തന്നെ വളരെ റെയറാ അത് കേട്ടോ. വേറെ ഒരു റിപ്പോർട്ടിങ് നമ്മൾ പറഞ്ഞു. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഈ ഈസി മെത്തേഡ് ഡിവിഷനാണ്. നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് വേറെ വെക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം, വാട്ടർ പ്രൊപ്പഗേഷൻ പറ്റുമോ ഇല്ലയോ അങ്ങനെയൊക്കെ. വാട്ടർ പ്രൊപ്പഗേഷൻ പറ്റും, പക്ഷെ നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നൊരു ചെറിയൊരു തണ്ട് അടന്ന് അവിടെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നോക്കിയേക്കാം, ഇത് വാട്ടറിൽ വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. ഞാനൊരു ചെറിയ തണ്ട് ഇതുപോലത്തേതായിരുന്നു എൻ്റെ ഒടിഞ്ഞു പോയത്. ഞാനത് വെള്ളത്തിൽ വെച്ചു. വെള്ളത്തിൽ വെച്ച് ഇച്ചിരി സമയം എടുത്തു കേട്ടോ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു 1-2 മാസം എടുത്തു എനിക്ക് ഈ ഒരു റൂട്ട് വരാനായിട്ട്. അപ്പം ഈ റൂട്ട് ഇപ്പോൾ വന്നു. ഞാനിപ്പോൾ ഇത് കുഴിച്ചു വയ്ക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 1 inch ആയിട്ടുള്ളൂ എൻ്റെ റൂട്ട്. ഒരു 2 inch ആയി കഴിഞ്ഞിട്ട് ഇത് കുഴിച്ചു വയ്ക്കാനായിട്ടാണ് എൻ്റെ പ്ലാന്. പക്ഷേ വാട്ടർ പ്രൊപ്പഗേഷൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം എപ്പോഴും
ഈ വെള്ളം മാറ്റണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിനിമം മാറ്റിയിരിക്കണം വെള്ളം മാറ്റുന്നതോടൊപ്പം ഈ വെക്കുന്ന കണ്ടെയ്നർ ഇല്ലേ, അതിന് ഒരു എന്താ പറയുക, ഒരു സ്റ്റിക്കി ഇതായിരിക്കും അകത്ത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കളയണം. ഞാൻ ഈ റൂട്ടും ചെറുതായിട്ടൊന്ന് കഴുകി അതിനകത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി കളയും. ബ്ലാക്ക് ആയിട്ടുള്ളതൊക്കെ കഴുകി കളയും. ഇവിടെ വേറൊരു ഷൂട്ട് വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇത് ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ച CC പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള കെയർ. അതോടൊപ്പം ഇപ്പോൾ എനിക്കൊരു അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട്. ആക്ച്വലി നമ്മളുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പനിക്കൂർക്കയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പ്രൊപ്പഗേഷൻ. പനിക്കൂർക്ക എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന്. ഞാനിപ്പോൾ ആ ഒരു അപ്ഡേറ്റ് തരാം കേട്ടോ. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പനിക്കൂർക്കയുടെ പ്രൊപ്പഗേഷൻ പോയി കാണണം. ഞാൻ അന്ന് ഒരു 2 ഇലയായിട്ട് വെച്ച എൻ്റെ പനിക്കൂർക്കയാണിത്. ഞാനിത് പുറത്താണ് വെച്ചിരുന്നത്. ഫുൾ സൺലൈറ്റിൽ വെച്ചു. നോക്കിക്കേ, ഇത് എത്ര മനോഹരമായിട്ടാണ് ഇതിനകത്ത് വന്നിരുന്നത്. ഞാൻ ഇൻഡോറിൽ വെച്ചതിൽ നല്ല ഭംഗിയായിട്ട് എൻ്റെ ഈ പുറത്ത് വെച്ച് പനിക്കൂർക്ക കിളുത്ത് വന്നിട്ടുണ്ട്. മഴയായിരുന്നു ഈയിടെ എല്ലാം ഇവിടെ. അപ്പോൾ അത് കാരണം മഴയത്ത് ഇത് നന്നായിട്ട് നല്ല ലീവ്സൊക്കെ ആയിട്ട് നല്ല കളറോടുകൂടി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുമാണ്. പനിക്കൂർക്കയുടെ ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്ത വീഡിയോ താഴെ ഇട്ടേക്കാം, ഈ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് പോയി കാണണം, കാണാത്തവർ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ.